വിരമിച്ച IPS ഓഫീസർ ഋഷിരാജ് സിംഗ് എഴുതിയ ഡു ഇറ്റ് ബെറ്റർ എന്ന പുസ്തകം മുഖ്യമന്ത്രി വി ഡി സതീശൻ പ്രകാശനം ചെയ്തു. This book I have been writing for the last 3-4 years. And sir, ഇതിനകത്ത് it is very precise. I came to know that there are 12 papers and there are 12 months. 2 papers prelims, 9 papers main, and 1 interview. So 12 papers, the mistake the children are doing is they are taking the exam this as they reach to the exam. ആദ്യമായിട്ട് പ്രിലിമിനറി പരീക്ഷ എഴുതുക, അതിനുവേണ്ടി പ്രിലിമിനറി പരീക്ഷയ്ക്ക് വേണ്ടി മാത്രം പഠിക്കുന്നു. അവർ ഒരിക്കലും വിചാരിക്കുന്നില്ല ഞാൻ ഈ പരീക്ഷയിൽ ഇൻ്റർവ്യൂ വരെ എത്തുമെന്ന്. അപ്പോൾ സംഭവം ചില ആളുകൾ ഇൻ്റർവ്യൂവിൽ പാസ്സാവും. ഇൻ്റർവ്യൂവിൽ പാസ്സായ ശേഷം പിന്നെ 9 പേപ്പറുകൾ വായിക്കാനും പിന്നെ അത് തയ്യാറെടുപ്പ് എടുക്കാനും വേണ്ടി ആകെ അവർക്ക് കിട്ടുന്നത് 1 മാസം 1.5 മാസം. പിന്നെ അതും പാസ്സായ ശേഷം ഇൻ്റർവ്യൂ തുടങ്ങുന്നത് ഏകദേശം ഇപ്പോഴത്തെ 3-4 വർഷമായിട്ട് 10 ദിവസം ശേഷം ഇൻ്റർവ്യൂ തുടങ്ങുകയാണ്. അപ്പോൾ ഇൻ്റർവ്യൂവിൻ്റെ വേണ്ടി നമുക്ക് സമയം കിട്ടില്ല, മെയിൻസ് പരീക്ഷ വേണ്ടി സമയം കിട്ടില്ല. ആ തെറ്റ് അവരെ കുട്ടികളെ അത് മനസ്സിലാപ്പിക്കാൻ വേണ്ടിയാണ് ഈ ബുക്ക് എഴുതാനുള്ള ഒരു കാരണം. രണ്ടാമത്തെ ഒരു കാരണം, അവർ ലാംഗ്വേജിൽ നമ്മുടെ ഒരു നല്ല കമാൻഡ് വേണം. മലയാളം ലാംഗ്വേജ് ആണെങ്കിൽ മലയാളം, നമ്മൾ ഇംഗ്ലീഷ് ആണെങ്കിൽ ഇംഗ്ലീഷ്. നമ്മുടെ ഈ പരീക്ഷ 2 ഭാഷയിൽ ഏത് ഭാഷയിൽ എഴുതാം. സാർ, അതിനകത്ത് ഒരു പ്രശ്നം സാർ ഒന്ന് മനസ്സിലാക്കും, അത് ആളുകൾക്ക് അറിയില്ല. ഒരു ഏകദേശം 300 ഇല്ലെങ്കിൽ 380 മലയാളികളാണ് റിട്ടൺ പരീക്ഷയിൽ പാസ്സാവുന്നത്. അത് ഞാൻ ഒരു സർവേ ചെയ്തു സർ. 15 വർഷത്തിൻ്റെ കണക്കാണ് ഞാൻ എടുത്തത്. അപ്പോൾ ഈ 380ഓളം ആളുകൾ എല്ലാ വർഷം അവർ നമ്മൾ മലയാളികൾ കേരളത്തിനും തയ്യാറെടുപ്പ് ചെയ്യാനുണ്ട്, ബാംഗ്ലൂർ, ഡൽഹി, ചെന്നൈ നമ്മൾ അവിടെയും ചെയ്യാനുണ്ട്. ഈ 380 ആളുകൾ ഡൽഹിയിൽ പോയ ശേഷം ഇൻ്റർവ്യൂ കൊടുത്ത ശേഷം കഴിഞ്ഞ 15 വർഷത്തിൻ്റെ റെക്കോർഡ് ഞാൻ നോക്കി സർ, 50 മലയാളികളെക്കാൾ കൂടുതൽ ആളുകൾ പാസ്സാവുന്നില്ല. വൈ? ബിക്കോസ് അവർക്ക് ആ 1/2 മണിക്കൂർ ഇൻ്റർവ്യൂവിൽ അവർക്കൊരു പ്രവാഹത്തിൽ സംസാരിക്കാനുള്ള അവർക്ക് ആ പ്രാക്ടീസ് ഇല്ലാത്തത് കൊണ്ട് അവർക്ക് സംസാരിക്കാൻ പറ്റിയിട്ടില്ല എന്നാണ് എൻ്റെ അഭിപ്രായം. സോ ഐ ഹാവ് ഗിവൻ ദ മാക്സിമം ഇമ്പോർട്ടൻസ് ദറ്റ് യു മസ്റ്റ് സ്റ്റാർട്ട് യുവർ ട്രെയിനിങ് എവറി ഡേ ഫോർ 1 year. ഈ 12 പേപ്പേഴ്സ് they must be prepared every day for 365 days, including interview. What I say is that interviews preparation also should start nearly 1 year in advance. Third thing is where we are missing is the knowledge of mathematics. Unfortunately, sir, in the whole of the country, നമ്മുടെ മാത്തമാറ്റിക്സ്, ഹിന്ദി, രാജസ്ഥാനൊക്കെ ആണെങ്കിൽ സംസ്കൃത്, പിന്നെ മലയാളം, ഇതെല്ലാം നമ്മൾ കമ്പൽസറി സബ്ജക്റ്റ് ആക്കി മാറ്റിയിരിക്കുകയാണ്. അത് സർ ഏറ്റവും വലിയ ദ്രോഹമാണ് നമ്മളെല്ലാം ഇന്ത്യ മൊത്തം എല്ലാ 28 സംസ്ഥാനങ്ങളും ചെയ്യുന്നത്. അപ്പോൾ ഈ കമ്പൽസറി സബ്ജക്റ്റിൻ്റെ അർത്ഥം എന്താണ്? അത് എങ്ങനെയെങ്കിലും നമ്മൾ പാസ്സായാൽ മതി. അതിന് A+ ഗ്രേഡിന് വേണ്ടി മാർക്സ് എടുക്കുമ്പോൾ ഈ 3-4 പരീക്ഷകളുടെ നമ്പർ അവർ എടുക്കില്ല. അപ്പോൾ നമ്മൾ കുട്ടികൾ എന്ത് ചെയ്യുന്നു? എങ്ങനെയെങ്കിലും ഈ പരീക്ഷ പാസ്സാക്കാൻ ശ്രമിക്കുന്നു, അവർ പാസ്സാവുന്നു. അതും SSLC വരെ. അതിനുശേഷം പിന്നെ മലയാളം വായിക്കുകയോ ഇംഗ്ലീഷ് നല്ല രീതിയിൽ വായിക്കുകയോ നമ്മൾ ആരും ചെയ്യുന്നില്ല. I have given the importance that in the mathematics should be of top class, at least minimum of higher secondary level. ഇല്ലെങ്കിൽ പ്രിലിമിനറി പരീക്ഷയുടെ ഒരു CSAT പരീക്ഷ ഉണ്ട് സർ, ദി സിവിൽ സർവീസ് ആറ്റിറ്റ്യൂഡ് ടെസ്റ്റ്. അത് പാസ്സാക്കാൻ പറ്റില്ല. ഇറ്റ് ഈസ് ഓൾമോസ്റ്റ് full of 60% it is full of the reasoning
ആൻഡ് ലോജിക്. ബാക്കി കാര്യങ്ങൾ സാറെല്ലാം പറഞ്ഞിട്ടുണ്ട്. പിന്നെ ഇവിടെ ഐ വാണ്ട് ടു സ്പീക്ക് അബൌട്ട് ചീഫ് മിനിസ്റ്റർ സർ. വന്ദേ ഭാരതിലാണ് ഞങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും സാറ് അദ്ദേഹത്തിന് ഞാൻ കാണുന്നത്. ഇത് ഒരു മുഖസ്തുതിയല്ല. ഐ ഹാവ് യെറ്റ് ടു മീറ്റ് എ പബ്ലിക് പേഴ്സൺ who reads so much. അദ്ദേഹത്തിൻ്റെ ബുക്കിൽ അദ്ദേഹം ഫോണൊന്നും വെക്കുന്നില്ല. അപ്പോൾ ഈവൻ ഇഫ് സാർ നിങ്ങൾ ആർക്കും ഫോൺ ചെയ്താൽ സാർ ഫോൺ എടുത്തില്ല എന്ന് പറഞ്ഞിട്ട് പരാതി പറഞ്ഞിട്ട് കാര്യമില്ല. അദ്ദേഹം ഫോൺ ആ പോലീസുകാരൻ അന്ന് അപ്പോസിഷൻ ലീഡറായ സമയത്തിലും ആ പോലീസുകാരൻ എവിടെയോ പോയി കിടക്കി അതുപോലെ പുള്ളിക്കാരൻ്റെ കയ്യിലായിരിക്കും ഫോൺ. അത്യാവശ്യം വരുമ്പോൾ അവിടെ നിന്ന് വന്നിട്ട് സാർ ഒരു ഫോണുണ്ട്, അത് അത്യാവശ്യമാണെങ്കിലേ ഉള്ളൂ. ബട്ട് ഹി വിൽ റീഡ്. Last 3 books I remember, I noted down. They were all written on climate changing സംബന്ധിച്ച്. And that too written by the top European American writers. I request to Minhaj Alam that this disaster management, he is supposed to be the disaster management idea കിട്ടാൻ വേണ്ടി ഈ നമ്മുടെ മഴ കൂടുതൽ ഈ വെള്ളപ്പൊക്കത്തിൻ്റെ ആ നഷ്ടം നമ്മൾ ഒഴിവാക്കാൻ വേണ്ടി നമ്മൾ വേറെ ആരും വിളിക്കാൻ കാര്യമൊന്നുമില്ല. ചീഫ് മിനിസ്റ്റർ സാറിൻ്റെ കൂടെ ഒരു മണിക്കൂർ ഇരുന്നാൽ എല്ലാ പ്രോബ്ലം ചിലപ്പോൾ സോൾവ് ആവുന്നതാണ് എൻ്റെ വിശ്വാസം. എവറി ഡേ he reads almost they say Bill Clinton used to read a book a day. So sir also now of course he is so busy, otherwise he is in that category. And how many of you know he has already written a book named Adam, right sir? Adam, it is 38 chapters he has written on Bible, and he has written that he has interpreted the Bible in his own manner, and he said how Bible has greatly affected his personal life. അപ്പോൾ അദ്ദേഹത്തിനെ സംബന്ധിച്ച് പറഞ്ഞാണെങ്കിൽ ഐ മീൻ യു ആർ സീയിങ് റിയലി ദ മോസ്റ്റ് vociferous reader in the form of chief minister, which I have been seeing since the last 3-4 years. Then those people who have helped me in writing this book is, sir, one is Mr. Ajay Kumar. Ajay Kumar is still chairman of UPSC. He is 85 batch. He is my batchmate. This scheme, which he didn't tell me, I came to know from newspapers. This scheme is a game changer. If you have missed to become an IAS or an IPS officer, അപ്പോൾ താങ്കൾക്ക് he has informed your information to all the public sector and even the private sector. അവർ ഈ മിസ്സായ ആളുകൾ, ആഫ്റ്റർ ഓൾ ഈ മിസ്സായ ആളുകൾ ആരൊക്കെയാണ്? സിവിൽ എഞ്ചിനീയർ, IITians, കെമിക്കൽ എഞ്ചിനീയർ, ഇലക്ട്രിക്കൽ എഞ്ചിനീയർ, IIM പഠിക്കുന്ന ആളുകളാണല്ലോ മിസ് ചെയ്യുന്നത്. അവരെല്ലാം ഇപ്പോൾ അവർക്ക് സർ 3 ആൾ ഐ വാസ് ഗൈഡിങ് 3 ആൾക്ക് 3 ഓപ്ഷൻ ഇപ്പോൾ ജോലിക്ക് വേണ്ടി വന്നിട്ടുണ്ട്. വാട്ട് എൻ ഐഡിയ. ഐ മീൻ UPSC is there since the last 80 years, but only Ajay Kumar could think about that. Hats off to him. Then the Akhil IAS sub-collector Kollam, he helped me in bringing some more information about some books. One Anuj Paliwal is sitting here, an IPS officer. He also helped me in writing the 1 or 2 topics. Then Miss Krishnendu is here. She, all this memory-based tricks, chapter I could prepare with her help. And Pramod Govande is my batchmate IRS officer. So the mathematics chapter, he is a living genius. So it is he with whom discussion I could write. With all these words, I come to an end. Thank you very much, sir, for coming and honoring this function. Jai Hind. Thank you, sir.